നിലവിൽ പഞ്ചായത്തിൽ ഞങ്ങൾ ഇന്നൊരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ആ നിവേദനത്തിൽ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ പഞ്ചായത്ത് ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് പില്ലറും സെൻഷഡ് വരെയുള്ള ഭാഗങ്ങൾ പഞ്ചായത്തിൽ പെർമിഷൻ മൂലം ഉള്ള സംഗതികളാണ്. വ്യാപാരികൾക്കും ഈ പില്ലർ മുതൽ സെൻഷഡ് വരെ കച്ചവടം നടത്താൻ, മാന്യമായിട്ട് കച്ചവടം നടത്താനുള്ള ഒരു അവസരം ഒരുക്കി തരണം എന്നുള്ള രീതിയിൽ പഞ്ചായത്തിനോട് നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, കാലാവസ്ഥ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇറക്കി വെച്ച സെൻഷഡ് പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ തികച്ചും അപ്രായോഗിക. സ്വാഭാവികമായിട്ടും മാനുഷികമായ പരിഗണന വ്യാപാരികളോട് പഞ്ചായത്ത് അധികൃതർ കാട്ടേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഈ കച്ചവടക്കാർ ഒരിക്കലും റോഡിലേക്ക് ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നതിന് ഒരിക്കലും സംഘടന അനുകൂലിക്കില്ല. കച്ചവടം സെൻഷേഡിൻ്റെയും അതേപോലെ തന്നെ പില്ലറിൻ്റെയും ഉള്ളിൽ ഒതുക്കി ഷട്ടറിൻ്റെ ഉള്ളിലേക്ക് പൂർണ്ണമായി മാറ്റണം എന്നുള്ളത് ഇന്നലെ കൂടിയ KRC യോഗത്തിലും അതുപോലെ തന്നെ മറ്റു ഓരോ വ്യാപാരികളെയും നേരിട്ട് കണ്ട് സംഘടനാ പ്രതികൾ അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രക്രിയ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പഞ്ചായത്ത് ഇത്തരത്തിൽ വന്നിട്ട് ഒരു പൊളിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇത്ര കാലങ്ങൾ ഈ ഒരു ആവശ്യം ഈ വ്യാപാരികളോട് പറഞ്ഞിട്ടില്ലേ? നിലവിൽ വർഷങ്ങളായിട്ട് എടവണ്ണപ്പാറൻ്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ 10-40 വർഷം പഴക്കമുള്ള വ്യാപാര സമുച്ചയങ്ങളാണ് അവിടെ ഉള്ളത്. ഒക്കെ വ്യക്തമായ പില്ലറിൽ ഒന്നല്ല സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. 1960 ഉണ്ടാക്കിയ ബിൽഡിംഗ് ഉണ്ട്, 80 ഉണ്ടാക്കിയിട്ടുണ്ട്, 2000 ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ സെറ്റ് ബാക്കിൽ വ്യത്യാസമുണ്ടാവും. നിങ്ങൾ കാണുന്ന പോലെ എല്ലാ റോഡുകളും 3 മീറ്റർ വ്യത്യാസം വിട്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളല്ല. ജംഗ്ഷൻ കേന്ദ്രീകരിച്ച ബിൽഡിങ്ങിൻ്റെ ഒക്കെ സർവേ ആ റോഡിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന മുറക്കല്ല കാര്യങ്ങളുടെ സ്ഥിതി, അത് മനസ്സിലാക്കണം.